ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു. ആടുജീവിതം വായിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി ബെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സമ്മതിച്ചു. ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനു വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്നു. ഇന്റർവ്യൂസിൽ ഞാൻ വേണ്ടാന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല. അപ്പൊ എന്നെ വിളിച്ചു ബ്ലസ് എന്തായി, ഒരുപാട് മുന്നോട്ട് പോയോ, ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ അന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ ബെന്യാമിനെ ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. ഓക്സിജനിൽ ഏപ്രിൽ 10 വരെ എസികൾക്ക് പമ്പിച്ച വിലക്കുറവ്. ഉടൻ ഷോറൂം വിസിറ്റ് ചെയ്യൂ. ഓക്സിജൻ, ദി കൂളിംഗ് എക്സ്പെർട്ട്. ഈ ആടുജീവിതം ലാൽ ജോസ് സാറിന് തേടിയെത്തിയ ഒരു സിനിമയാണെന്ന് ഇപ്പോഴാണ് പുറത്ത് ശരിക്കും വരുന്നത്. ഇന്റർവ്യൂസ് നടക്കുമ്പോൾ അത് അവിടെ നിന്നും പോയി ബ്ലസ്സി സാറിലേക്ക് എത്തുകയും ചെയ്തു. അതെന്താണെന്ന് വേണ്ട എന്ന് വെച്ചതാണോ? വേണ്ടെന്ന് വെച്ചതല്ല, അത് ബെന്യാമിൻ പറഞ്ഞപ്പോ അങ്ങനെ ഒരു ധാരണ ഞാൻ വേണ്ടെന്ന് വെച്ചു എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അങ്ങനെയല്ല. ഞാൻ ബഹ്റൈനിൽ പോയി ഈ ആടുജീവിതം വായിച്ച് ഞാൻ ബഹ്റൈനിൽ പോയി ബെന്യാമിനെ കണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു. പുള്ളിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി സമ്മതിച്ചു. LJ ഫിലിംസ് എന്ന് പറയുന്ന കമ്പനി ഞാൻ ആദ്യം രജിസ്റ്റർ ചെയ്യുന്നത് ആ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എന്തായിരുന്നു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് പിന്നീട് LJ ഫിലിംസ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമായിരുന്നു, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി. അന്ന് ഞാനത് ഒരു പേഴ്സണൽ പ്രൊപ്രൈറ്ററി കമ്പനിയായിട്ടാണ് രജിസ്റ്റർ ചെയ്തത്. ഞാൻ മാത്രമുള്ളൊരു കമ്പനി. LJ ഫിലിംസ് തന്നെയായിരുന്നു എൻ്റെ പേര്. അതെന്തിനാണ് രജിസ്റ്റർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു വിദേശ നിർമ്മാണ കമ്പനിയുമായിട്ടുള്ളൊരു കൊളാബറേഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. അപ്പം അന്ന് ബ്രിട്ടീഷ് എംബസിയിൽ ബ്രിട്ടീഷ് ഫിലിം കമ്പനികളും കേരളത്തിലെ ഫിലിം മേക്കേഴ്സിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ പോയിട്ട് അതിൽ നിന്ന് ഉള്ള ചില കമ്പനികളുമായിട്ടൊരു ഇതൊക്കെ കിട്ടി, കണക്ഷനൊക്കെ കിട്ടി. അപ്പോൾ അന്നത്തെ എൻ്റെ പദ്ധതി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ പ്രീ പ്രൊഡക്ഷനും പോസ്റ്റ് പ്രൊഡക്ഷനും LJ ഫിലിംസ് ഇവിടെ ഇന്ത്യയിൽ ചെയ്യും. ഷൂട്ടിംഗ് ആ ബ്രിട്ടീഷ് കമ്പനി ഷൂട്ടിംഗ് ചെയ്യണം. അങ്ങനെയുള്ളൊരു പരിപാടിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. അപ്പം അതിന് കുറച്ചധികം ടൈം എടുക്കുമായിരുന്നു. പിന്നെ ഞാൻ കാസ്റ്റ് ചെയ്യാൻ വിചാരിച്ച പുതിയ ആളായിരുന്നു അന്ന്. കാരണം എനിക്ക് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു മെയിൻ ആക്ടറെ ഇത്രയും കാലം ബ്ലോക്ക് ചെയ്യാന്നുള്ള വെച്ചാൽ അന്ന് നമുക്ക് ഇത്രയും കാലമാവെന്ന് അറിയില്ല. അന്ന് ഞാൻ വിചാരിച്ച ഒരു വർഷം എന്തായാലും വേണം. കാരണം 4 സീസൺസും ഡെസേർട്ടിൻ്റെ 4 സീസൺസും ഷൂട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഒരു വർഷം ഒരാളെ ഫുൾ കോൺട്രാക്ട് ചെയ്ത് എടുക്കണം. അയാളുടെ ബോഡിയുടെ വരുന്ന ഈ മാറ്റം ഗ്രാജുവലി ചെയ്യണം. അതിൻ്റെ ഓർഡറിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ആളാണ് പറ്റുള്ളൂ. അപ്പോൾ ഡൽഹി സ്കൂൾ ഓഫ് ഡ്രാമ എന്നാണ് ഒരാളെ ഞാൻ അതിനു വേണ്ടിയിട്ട് കണ്ടുവച്ചിരുന്നു. അത്രയൊക്കെ ആയ സമയത്ത് പക്ഷെ എനിക്ക് വെച്ചാൽ അഡ്വാൻസ് ചെയ്യാനോ അങ്ങനെയൊന്നും ആവുന്ന അവസ്ഥയിലേക്ക് കോൺട്രാക്റ്റ് ഒന്നും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ സമയത്താണ് ബെന്യാമിൻ പറഞ്ഞിട്ട് പച്ചക്കുതിരയിൽ ബെന്യാമിൻ പറഞ്ഞിട്ടായിരിക്കണം. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, ഭയങ്കര രഹസ്യമാക്കി വെച്ചിരിക്കുകയായിരുന്നു. ബെന്യാമിനിൽ നിന്നാണ് അവരത് അറിഞ്ഞത്. DC ബുക്സിൻ്റെ അവരറിഞ്ഞത്. അപ്പോൾ അവർ ലാൽ ജോസ് ആടുജീവിതം സിനിമയാക്കുന്നു എന്ന് പറഞ്ഞിട്ട് പച്ചക്കുതിരയിലൊരു ന്യൂസ് വന്നു. അവർക്കത് ആ ബുക്കിൻ്റെ ഒരു പ്രചാരണത്തിന് അത് സഹായിക്കും എന്നുള്ളതുകൊണ്ടായിരിക്കാം ചെയ്തത്. അപ്പോഴാണ് ബ്ലസ്സി എന്നെ വിളിക്കുന്നത്. ബ്ലസ്സി അപ്പോൾ ഓൾറെഡി ഒരു സ്ക്രിപ്റ്റ് എഴുതിയിരുന്നു, ഒരു സബ്ജക്റ്റ്. അപ്പോൾ ആ സബ്ജക്റ്റിന് ഇതുമായിട്ട് എന്തോ റിസംബ്ലൻസ് ഉണ്ട് ഈ ആടുജീവിതമായിട്ട്. അപ്പം അങ്ങനെ ബ്ലസ്സിയുടെ ഒരു ഫ്രണ്ടാണ് ആ സ്ക്രിപ്റ്റ് വായിച്ചിട്ട് പറഞ്ഞു ആടുജീവിതം എന്ന് പറഞ്ഞ പുതിയ നോവല് ഇതായിട്ട് സാമ്യമുണ്ടതാണ്. എന്നുവെച്ചാൽ വേറെ എന്തോ ഇത് തന്നെയാണ്, പക്ഷെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ ബ്ലസ്സി വേഗം ആടുജീവിതം വായിച്ച് നോക്കിയപ്പോൾ ശരിയാണ്, സാമ്യമുണ്ട്. അപ്പോൾ ബെന്യാമിനെ വിളിക്കാന്ന് പറഞ്ഞപ്പോഴാണ് ഈ പച്ചക്കുതിരയിൽ
ഇങ്ങനെ കാണുന്നത്. അപ്പം എന്നെ വിളിച്ച് ബ്ലസ്സി എന്തായി, ഒരുപാട് മുന്നോട്ട് പോയോ, ഇല്ലെങ്കിൽ എനിക്ക് തരാമോ എന്ന് ചോദിച്ചു. കാരണം ഞാൻ ഉണ്ടെങ്കിൽ ഒരു വർഷം എടുത്ത് ഞാൻ എഴുതിയ ഒരു സാധനം കംപ്ലീറ്റ്ലി എനിക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ബെന്യാമിനായിട്ട് കൂടി ഒന്ന് സംസാരിക്കും. കാരണം ബെന്നിയുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ബെന്നിക്ക് ബ്ലസ്സി ചെയ്യുന്നത് കൂടുതൽ സന്തോഷമായിരിക്കും എന്ന് മനസ്സിലായപ്പോൾ ഞാൻ അതങ്ങനെ വിട്ടുകൊടുത്ത് തന്നെയാണ്. വന്നപ്പോൾ വേറെ തിരിഞ്ഞാ വന്നെന്നുള്ളൂ. അല്ല അത് 14 വർഷം മുമ്പ് നടന്ന കാര്യമാണ്. ആൾക്കാർക്ക് കുറെ കാര്യങ്ങളൊക്കെ വിട്ടുപോകല്ലോ. അല്ല ഇത് വെച്ചാൽ ഞാനത് സീരിയസ് ആയിട്ട് തന്നെ സമീപിക്കുകയും ചെയ്യാൻ തീരുമാനിച്ച് അതിനുവേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. പക്ഷെ വലിയൊരു പ്രോജക്റ്റായിരുന്നു, വലിയ താരങ്ങളില്ലാതെ ചെയ്യുന്ന ഒരു സിനിമയായിരുന്നു. ഇപ്പം ചെയ്യുന്നത് പോലെ ആയിരുന്നില്ല ഞാൻ പ്ലാൻ ചെയ്തത്. അപ്പം അതിന് എനിക്ക് പുറമേ നിന്നുള്ള ഫണ്ടിങ് വേണമായിരുന്നു. കാരണം അതൊരു ഇൻ്റർനാഷണൽ ഫിലിമായിട്ട് തന്നെയാണ് ഞാൻ കൺസീവ് ചെയ്തത്. അപ്പോൾ ഒരു നടൻ്റെ മുഖം അത്ര അല്ലെ പരിചിതമായൊരു മുഖം എന്നുള്ളതിന് പ്രസക്തി ഇല്ലായിരുന്നു. എല്ലാ സ്ഥലത്തും ഒരുപോലെ പോകുന്നൊരു സിനിമ എന്നൊക്കെയായിരുന്നു ഞാൻ അങ്ങനെ അതിനെക്കുറിച്ചുള്ളൊരു സങ്കല്പം. അപ്പോൾ ബ്ലസ്സി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം ബ്ലസ്സിക്ക് സ്വയം എഴുതാനും പറ്റും. ഞാൻ അന്ന് നേരിട്ടിരുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് സ്ക്രിപ്റ്റ് ചെയ്യുമ്പോൾ അഗൈൻ ബെന്യാമിന് ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. അങ്ങേരെയും കൂടി ഇരുത്തിയിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് വേണമായിരുന്നു അത് എഴുത്തിലേക്കൊക്കെ കയറാൻ. ബ്ലസ്സിക്ക് സ്വയം എഴുതാൻ പറ്റുന്ന ആളാണ്. പിന്നെ ബ്ലസ്സി എൻ്റെ സീനിയറാണ്. അപ്പോൾ ബ്ലസ്സി അങ്ങനെ താല്പര്യമുണ്ട്, ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. ബെന്യാമിനും അതിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായപ്പോൾ ഞാൻ നമ്മളത് അവർക്ക് വിട്ടുകൊടുത്ത് തന്നെയാണ്. അത് നന്നായി എന്ന് ഇപ്പോൾ തോന്നണം. കാരണം ബ്ലസ്സിയെ പോലെ 14 വർഷമൊന്നും ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ ചെറിയ കുഞ്ഞുകുട്ടി പ്രാരാബ്ദമുള്ള ആളാണ്. അല്ല, അത്രയും വലിയ ക്ഷമയും അത്രയും പേഷ്യൻസും ബ്ലസ്സി എന്തിലൂടെ കടന്നുപോയെന്ന് ഞാൻ കണ്ടതാണ്. എന്തൊക്കെ അനിശ്ചിതത്വങ്ങൾ, എത്ര അൺസർട്ടനിറ്റീസ്, വെയിറ്റ് ചെയ്യൽ, പിന്നെ രാജു ഈ ശരീരം ഭയങ്കര ഭീകരമായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതിലൊക്കെ എന്തെങ്കിലും ഒരു അപകടമൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ഈ ആൾക്കാർ ബ്ലസ്സിനെ വെച്ചേക്കുമോ? ഭയങ്കര ഡേഞ്ചറസ് പരിപാടിയാണ് ഈ ബോഡി ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഭയങ്കരമായിട്ട് സൂക്ഷിക്കേണ്ട ഒരു പരിപാടിയാണ്. വേറെ പല പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അവരത്രയും കെയർഫുള്ളായിട്ടാണ് ചെയ്യണത്. പക്ഷെ സ്റ്റിൽ അപ്പോൾ ആ റിസ്ക്കൊക്കെ എടുത്തിട്ട് ബ്ലസ്സിയെ പോലെ ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റും തോന്നുന്നില്ല. ഇത്രയും കാലം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി നിൽക്കാനും എന്നെ പോലെ ഒരാൾക്ക് പറ്റും തോന്നുന്നില്ല. എന്നാലും ഇപ്പോൾ പുതിയ നോവൽ എന്തായാലും ഒരു സിനിമയാവുമല്ലോ, അതും ഇനി മാറ്റം വരരുത് കേട്ടോ. അല്ല ഇതൊക്കെ ഓരോന്ന് അല്ല, അതുകൊണ്ടാണ് അത് അനൗൺസ് ചെയ്യാണ്ട് വെച്ചിരിക്കരുത്. കഴിഞ്ഞ പ്രാവശ്യത്തെ അബദ്ധത്തിൽ എൻ്റെ വായന്ന് വീണു പോയത്. അല്ല അങ്ങനത്തെ അത്തരം പേടികളൊന്നുമില്ല. അല്ല അന്നത് അങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു. അവരുടെ ആഗ്രഹം ജനുവിനാണ്. ബ്ലസ്സിയുടെ ആഗ്രഹം ജനുവിനാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തതെന്ന് പറയാൻ കാരണം ബ്ലസ്സി സ്ക്രിപ്റ്റ് ഓൾറെഡി കുറേയൊക്കെ ഇതിനോട് സിമിലർ ആയിട്ടുള്ള സാധനമൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള റിസർച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അന്ന് പക്ഷെ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്കൊരു 2-3 വർഷം വേണം അത് ആ പ്രോജക്റ്റ് ഓണാക്കി ഷൂട്ട് ചെയ്യാൻ. കാരണം ഈ മറ്റേ ആൾക്കാരായിട്ടുള്ള ഒരു കൊളാബറേഷൻ ഉണ്ടാവണം, അതിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ തീർക്കണം, ശരിയാവണം. അപ്പോൾ അതിനൊരുപാട് ടൈം എടുക്കും. അപ്പോൾ ആ ടൈമിന് ഇടയിൽ എഴുത്ത് പരിപാടികളിലേക്ക് മെല്ലെ കയറാം. അപ്പോൾ എന്തായാലും ഒരു 3 വർഷം എടുക്കും. ബ്ലസ്സി വരുന്നത് ബ്ലസ്സിയുടെ കയ്യിലൊരു ഗംഭീര പ്രൊഡ്യൂസറും ഫുൾ സെറ്റപ്പുമായിട്ടാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് പെട്ടെന്ന് നടക്കും. അപ്പം പിന്നെ ബെന്യാമിനും ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ എത്ര കാലം പിടിക്കും ഇയാൾ ചെയ്യുമ്പോൾ എന്നുള്ളൊരു ആകാംക്ഷ എന്നെക്കുറിച്ചുണ്ടായിരുന്നു. ബ്ലസ്സി ആണെങ്കിൽ പെട്ടെന്ന് നടക്കും എന്നുള്ളൊരു വിശ്വാസവും ബെന്യാമിനുണ്ടായിരുന്നു. അപ്പോൾ അതും കൊണ്ടും കൂടിയാണ് നമ്മളത് പിന്നെ അവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചത്. പിന്നെ ഞാനത് ആ സിനിമ ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ അറിയില്ല അത് എപ്പോഴാണ് നടക്കുക, എങ്ങനെയാണ് നടക്കുക. ഞാൻ അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അത് ബെറ്റർ, അത് ചോയ്സ് ബ്ലസ്സി തന്നെയായിരുന്നു. തീർച്ചയായിട്ടും അത് ഒന്ന് ചോദിക്കണമെന്നുണ്ട്. അല്ല അത് അറബിക്കഥ ഉള്ള അതാണ് ബെന്യാമിൻ അറബിക്കഥ ചെയ്തോണ്ടാണ് അങ്ങനെ അതല്ല. അതല്ല
അറബിക്കഥ ഉള്ളതുകൊണ്ടല്ല ഡിലേ. ഇതേപോലത്തെ ഒരു സിനിമ അങ്ങനെ അറബിക്കഥ ആട് ജീവിതം തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. അത് ആനയും ആടും എന്നുള്ള വ്യത്യാസം എന്റെ ഉദാഹരണം പറയുവാണെങ്കിൽ. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞത് പുള്ളി പറഞ്ഞത് അങ്ങനെയാണ്. അത് അങ്ങനെയല്ല, അത് പുള്ളി എന്തോ ഓർമ്മപ്പിശക്ക് പറ്റിയതായിരിക്കും. അതല്ല റീസൺ, അതിന്റെ റീസൺ ഇങ്ങനെയായിരുന്നു. സത്യസന്ധമായ റീസൺ ഇപ്പോഴാണ് ഒന്ന് അറിഞ്ഞത്. ഞാൻ എന്റെ ഇന്റർവ്യൂവിലും അങ്ങനെ പിന്നെ പറഞ്ഞിരുന്നു. ലാൽ ജോസ് കണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. അപ്പൊ ആ കഥയായിട്ട് വന്നപ്പോൾ വേണ്ട എന്ന് വെച്ചു എന്ന അല്ല ഒരിക്കലും അങ്ങനെ. അറബിക്കഥ 2006-ലാണ്. 2006 വന്നു കഴിഞ്ഞു. അതെ അതെ അതെ. അതിന് ശേഷമാണ് ആടുജീവിതം ബുക്കറിന് ഇറങ്ങുന്നത്. അറബിക്കഥ 2006-ലാണ്, ആടുജീവിതം 2008-ലാണ്. 2006-ലാണ് അറബിക്കഥ. അപ്പൊ അതുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇല്ല ഇല്ല. അതല്ല, അത് പുള്ളി ഓർമ്മപ്പിശകോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടന്നതൊക്കെ ആവാം. അത് പല കാര്യങ്ങളും ധാരണ. അത് ഒന്നത് 10-14 വർഷം മുമ്പ് അന്ന് അത്ര പ്രധാന. ഞാനിത് ഒരാളോടും പറഞ്ഞിട്ടില്ലായിരുന്നു. അദ്ദേഹം അത് പറഞ്ഞു തന്നെ വലിയ നല്ല മനസ്സ്. അന്നിങ്ങനെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം പറഞ്ഞപ്പോഴാണ് ആൾക്കാർ അറിയുന്നത്. ഞാൻ ഒരു സ്ഥലത്ത് ഒരാളുടെ അടുത്തും പറഞ്ഞു. അദ്ദേഹം പറഞ്ഞതിന് ശേഷം എനിക്കൊന്ന് ലാൽ ജോസ് സാർ ഇപ്പൊ ഒന്ന് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞത് ഇപ്പോഴാന്ന് തോന്നുന്നു. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇല്ല പറഞ്ഞിട്ടില്ല. ഞാനത് ചോദിച്ചപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കൊന്ന് കിട്ടുകയും ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ.